ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളത്തിലേന്ന് പറയാൻ പറ്റില്ല, ഒരു അപ്കമിങ് റാപ്പറാണ് ടസി. ഇമോഷണൽ ആയിരുന്നോ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ? തീർച്ചയായിട്ടും. ഇതിന്റെ സൗണ്ട് തിയേറ്ററിൽ കേൾക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും? ഒരു ദിവസം അവനോട് ഇങ്ങനെ പറയണ്ട, ഇത് ആൾക്കാരെ കാണിക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകും. അപ്പോൾ അതെനിക്ക് സ്ട്രൈക്കായി. അപ്പോൾ എന്തുകൊണ്ട് അത് ആൾക്കാരെ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലതായിട്ട് ചെയ്തുകൂടാ എന്നെനിക്ക് തോന്നുന്നു. വേടൻ്റെ ലിറിക്കലി എനിക്ക് വേടൻ്റെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. രാജ്ബി ഷെട്ടി അദ്ദേഹമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായോ? പുള്ളിയുടെ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ്. കാരണം എന്നെ കൂടെ കൊണ്ടു നടന്ന് അതുപോലെ എന്താ പറയുക, ഒരു സെലിബ്രിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ല, നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം എനിക്കധികം 4 ചക്രവും ഉരുട്ടി അന്ന് അപ്പം വരുമ്പോൾ ചൂട് ചട്ടിയിലൊരുക്കി അമ്മ അന്നം തരുമ്പോൾ ഉള്ളു പൊട്ടിയിട്ടിരിക്കെ എൻ്റെ കണ്ണും നിറഞ്ഞു, എൻ്റെ കണ്ണീര് വീണ് കഞ്ഞി നിറഞ്ഞ് പിറ്റേന്ന് ഉച്ചക്കിറങ്ങി എൻ്റെ പിന്നിൽ നടന്നു വന്ന് കയ്യിൽ കരുതിയൊരു 100-ന്റെ നോട്ട്. ഹായ് ഓൾ. അപ്പൊ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളത്തിലേന്ന് പറയാൻ പറ്റില്ല, ഒരു അപ്കമിങ് റാപ്പറാണ്. അപ്കമിങ് എന്ന് പറയാൻ പറ്റില്ല, ഓൾറെഡി ആളൊരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞു. ഇപ്പം ടസി. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇപ്പൊ ഫസ്റ്റ് മൂവി അല്ലാണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മൂവിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വർക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള രാജ്ബി ഷെട്ടി എന്ന ആൾ അഭിനയിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസും ചെയ്തിട്ടുള്ള സിനിമയുടെ മലയാളം വേർഷനിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ എങ്ങനെയായിരുന്നു ഇതിലോട്ട് വന്നത്? ആക്ച്വലി ഇത് ഒരു മാസം മുമ്പ് എൻ്റെ സുഹൃത്ത് ഷാമോൻ വഴി. ഏത് ഇൻഫ്ലുവൻസർ ഷാമോനാണോ? അല്ലല്ല, എൻ്റെ ഫ്രണ്ട് ഷാമോൻ. മേ ബി അവനും ഫ്യൂച്ചറിൽ ഒരു ഇൻഫ്ലുവൻസർ ആവട്ടെ. ഓക്കെ, അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു ഓഡിയോ ചെക്കിംഗ് ഉണ്ട്, നീ ജസ്റ്റ് ഒന്ന് പോയി നോക്ക്, ഓക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്തായതുകൊണ്ട് തന്നെ ഞാൻ എറണാകുളത്ത് വെച്ചൊരു വോക്കൽ കൊടുക്കുക അവർക്ക്. ഓക്കെ ആയിട്ട് ജസ്റ്റ് ഒരു 10-20 മിനിറ്റത്തെ കാര്യത്തിനുള്ളിൽ തന്നെ അത് ഓക്കെ ആയി. അങ്ങനെ പിന്നെ അതിനുശേഷം അപ്പോൾ ഈ കന്നഡ മൂവി ഡബ് എന്ന് പറഞ്ഞുള്ളൂ. ഇത് ഇത്രയും നല്ലൊരു മൂവിയാണെന്ന് ഞാനും ഒന്നത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിനുശേഷം ആഷിക്കേട്ടൻ കോണ്ടാക്ട് ചെയ്ത്, ഹമീദിക്ക, അങ്ങനെ കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്ത് അവരെല്ലാം ഓക്കെ ആക്കി. അതിനുശേഷം ബിഗ് സ്ക്രീനിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം. ഇമോഷണൽ ആയിരുന്നോ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ? തീർച്ചയായിട്ടും. ഇതിന്റെ സൗണ്ട് തിയേറ്ററിൽ കേൾക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഫസ്റ്റ് ടൈം ആകുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പം ഈ ആക്ച്വലി എന്താ ശരിക്കും ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ സിവിൽ എഞ്ചിനീയറിംഗിന് ശേഷം ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവിടുന്ന് വന്നിപ്പോൾ ബാംഗ്ലൂർ ഞാനൊരു കമ്പനിയിൽ ഇപ്പോൾ ബിൽഡിംഗ് പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ റാപ്പും ചെയ്യുന്നുണ്ട്. പക്ഷെ റാപ്പ് പാഷനാണ്. കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുട്ടീനെ പോലെ തോന്നുന്നേ ഉള്ളല്ലേ? അതെ അതെ, നല്ല പ്രായമുണ്ട്, ഗൾഫിലൊക്കെ പോയിട്ടൊക്കെ വന്നേ. അതെ അതെ. അതെങ്ങനെ ചെറുപ്പം തൊട്ടേ റാപ്പ് ഇഷ്ടമായിരുന്നു? റാപ്പ് ഇഷ്ടമായിരുന്നു. ആക്ച്വലി ഞാൻ ഫോണിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് എഴുതി ഞാൻ തന്നെ സ്വന്തം എൻ്റെ ഇതിനിൽ ഞാനല്ല ലിറിക്ക് എഴുത്. ഇതിൽ ഏട്ടനുണ്ട്, രാവിലെ കണ്ട ഏട്ടൻ, ആ ഏട്ടനാണ് അത് എഴുതിയത്. ഞാൻ ജസ്റ്റ് വോക്കൽ കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ എൻ്റെ ബാക്കി എല്ലാ വർക്ക്സിലും ഞാൻ തന്നെയാണ് ലിറിക്ക് എഴുതിയത്. റീസെൻ്റായിട്ട് കരിക്ക് ട്യൂണിൽ റെൻ്റൽ റാപ്പ് എന്ന് പറഞ്ഞൊരു റാപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ലിറിക്ക് ഞാനായിരുന്നു. എൻ്റെ കൂടെ ഒരു ഹുക്ക് പോർഷൻ വർക്ക് ചെയ്തൊരു ആളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഫോണിൽ ഇങ്ങനെ എഴുതി വെക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ എഴുതി വെക്കും. അത് ഒരു റാപ്പിൻ്റെ ഫോമിലോട്ട് മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ എൻ്റെ കൂട്ടുകാരെ പറ്റി കളിയാക്കി ഇങ്ങനെ പാടുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഷാമോനെ പറ്റി ആയാലും ഇങ്ങനെ. അപ്പോൾ ഒരു ദിവസം അവനോട് ഇങ്ങനെ പറയണ്ട, ഇത് ആൾക്കാരെ കാണിക്കാൻ പറ്റുന്നതായിരുന്നെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകും. അപ്പോൾ അതെനിക്ക് സ്ട്രൈക്കായി. അപ്പോൾ എന്തുകൊണ്ട് അത് ആൾക്കാരെ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലതായിട്ട് ചെയ്തുകൂടാ എന്നെനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കടക്കാൻ. അതെ അതെ, തീർച്ചയായിട്ടും. അതൊരു ബിഗ് താങ്ക്സ് ആണ്. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണോ അതിന്? ഇല്ല, എൻ്റെ വീട്ടിലങ്ങനെ അറിയില്ല. ഞാനങ്ങനെ സിനിമയിൽ ചെയ്ത് പറഞ്ഞില്ലേ? അറിഞ്ഞു. കുഴപ്പമില്ല, ഫുൾ ടൈം ഇതിലേക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹം? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഗൾഫിൽ നിന്ന് അതിൻ്റെ ഇതുകൊണ്ട് വന്നത്. എനിക്കാണെങ്കിൽ അവിടെ വർക്കിൻ്റെ കാര്യങ്ങളുകൊണ്ട് നടക്കൂല. അപ്പോൾ ഇതിൻ്റെ എത്ര നാളുണ്ടായിരുന്നു? ഞാൻ ഒരു വർഷം. ഓക്കെ. അപ്പോൾ പിന്നെ ഇവിടെ വന്നിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ എൻ്റെ സ്റ്റിൽ വർക്ക്സ് വരാനുണ്ട്. ഒരു 2-3 പ്രൊജക്റ്റ്
ഇൻഡിപെൻഡന്റ് വർക്ക്സ് വർക്ക്സ് വരാണ്ട്, ഒരു കൊളാബറേഷനും വരാണ്ട്. അങ്ങനെ സിനിമയിലല്ല, എല്ലാ ഇൻഡിപെൻഡന്റ് വർക്ക്സ് ആണ് അങ്ങനെ വരുന്നത്. സിനിമയില് ഇനി ഇവിടുന്ന് ഫസ്റ്റ് അതെ പോണം എന്ന് ആഗ്രഹം ഉണ്ടല്ലോ? തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ എനിക്ക് കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റാപ്പ് സോങ്സ് ഇറക്കാനായിട്ടാണ് താല്പര്യം. റാപ്പാണ്, പ്രോപ്പർ റാപ്പ് സോങ്സിനോട് മാത്രമാണ് എനിക്ക് കോൺസെൻട്രേഷൻ. വേറെ പാടാൻ ഇത്തിരിയുടെ കഴിവ് വേണം. കഴിവ് വേണോ? റാപ്പ് പാടാനും കഴിവ് വേണ്ടേ? അതൊക്കെ അത് അല്ല, ഞാൻ മറ്റേ സോങ്ങിൻ്റെ കാര്യം പറഞ്ഞത്. അത് ഇച്ചിരിയുടെ പഠിച്ചവർക്കൊക്കെ പാടാൻ പറ്റും. നമുക്കത് റാപ്പാണ് ഞാൻ പ്യുവർ കോൺസെൻട്രേഷൻ. ഈണവും സംഗതിയൊക്കെ ഇട്ട് പാടുന്നൊക്കെയല്ലേ? അതെ, ഇച്ചിരി കോംപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ആരുടെ റാപ്പ് ഒക്കെ ആയിരിക്കും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊക്കെ? എമിനമാണ് എന്നെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അത് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും എമിനമാണ്. അതിനുശേഷം എനിക്ക് ഇവിടെ വേടനാണ്. വേടൻ്റെ ലിറിക്കലി എനിക്ക് വേടൻ്റെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫെജോയുടെ ലിറിക്സ് കൂടുതൽ ഞാൻ റാപ്പ് സോങ്സ് കേൾക്കുമ്പോൾ ലിറിക്കലി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനപ്പോൾ എന്തെങ്കിലും എഴുതുമ്പോഴും ഞാൻ അങ്ങനെ ചുമ്മാ ഒരു ഇതിന് പ്രാസത്തിനൊന്നും വെക്കാറില്ല. അത് എന്തെങ്കിലും മീൻ ചെയ്തിട്ട് ഞാൻ എഴുതാറുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ളത്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊരു ചെറിയ റാപ്പ് ഒന്ന് കേൾക്കാം. സിനിമയിൽ എനിക്ക് കാണാനറിയില്ല. ഓക്കെ, അപ്പോൾ വേണ്ട. ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് ഇറങ്ങിയ വർക്കിലെ കുറച്ച് ഒരു 4 വരി പാടാം. അത് 4 ചക്രവും ഉരുട്ടിയെന്ന് അപ്പം വരുമ്പോൾ ചൂട് ചട്ടിയിലൊരുക്കിയ അന്നം തരുമ്പോൾ ഉള്ളു പൊട്ടിയിട്ടിരിക്കെ എൻ്റെ കണ്ണും നിറഞ്ഞ് എൻ്റെ കണ്ണീര് വീണ് കഞ്ഞി നിറഞ്ഞ് പിറ്റേന്നുച്ചക്കിറങ്ങി എൻ്റെ പിന്നിൽ നടന്നു വന്ന് കയ്യിൽ കരുതിയൊരു 100-ൻ്റെ നോട്ട്. അത് എനിക്ക് ബാക്കി കിട്ടുന്നില്ല. ബാക്കി അടിപൊളി, എന്തായാലും അടിപൊളി. ഇന്നിപ്പം ഞാൻ ഓഡിയൻസിനോട് പറയാം, ഇന്ന് രാവിലെ ഇതിപ്പോൾ എപ്പോഴും എയർ ചെയ്യുന്നതെന്ന് അറിയില്ല, സ്റ്റിൽ സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞിട്ട് പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ സ്റ്റേജിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ നോക്കിയാൽ ഭയങ്കര ചമ്മലൊക്കെ അങ്ങ്. അത് അത്രയും പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ വരുന്നതിൻ്റെ ആയിരുന്നു. നോർമലി സിംഗേഴ്സൊക്കെ വന്നു കഴിഞ്ഞ്, സിംഗർ ഇപ്പം റാപ്പേഴ്സിൻ്റെ കാലമാണല്ലോ, വന്നു കഴിഞ്ഞ് ഭയങ്കര പവറിലൊക്കെ വന്നിട്ട് എല്ലാം ചെയ്തിട്ടൊക്കെ വന്നത് വന്ന് പേടിച്ച് കുറച്ചൊന്ന് ഇതായിട്ടൊക്കെ ഇരിക്കുന്നു. എന്ത് പറ്റി പെട്ടെന്ന് അന്നേരം ടെൻഷനായോ? പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വന്നതിന്റെ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയില്ലായിരുന്നു എന്നെ സ്റ്റേജിൽ വിളിക്കും. അപ്പോൾ സിനിമ കാണാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നു പോകുന്നു, അതല്ലാതെ ഇതിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷ്യാം പറഞ്ഞു ചിലപ്പോൾ ഒന്ന് വിളിക്കുക. അപ്പോൾ തന്നെ എനിക്ക് നെഞ്ചിനകത്ത് ഇടുപ്പ് തോന്നി. കാരണം എൻ്റെ ഒരു ഫസ്റ്റ് ഒരു സ്റ്റേജാണ് ഇൻ കേസ് ഓഫ് റാപ്പ്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആൾക്കാരെ ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് റെക്കോർഡ് ചെയ്ത് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത് റിലീസ് ചെയ്യുന്നല്ലാതെ ആൾക്കാരുടെ അടുത്ത് വന്നിരുന്ന് പാടുക എന്നുള്ള പാടുമോയെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരെന്നെ വിളിച്ചപ്പോൾ ജസ്റ്റ് ചെന്നു പാടാൻ പറയാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പാടാൻ പറഞ്ഞപ്പോൾ പിന്നെയും പതറി. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് പാടിയത് എൻ്റെ ഇനി വരാനുള്ളൊരു ട്രാക്കിലെ ഒരു സ്പീഡ് പോർഷനാണ്. അപ്പോൾ അതാണ് അവിടെ പാടിയത്. റാപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതലും ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ കണക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഇതൊരു ബീറ്റിൻ്റെ പുറകെ, അതാണ് ഞാൻ ആദ്യം ഒന്ന് മടിച്ചത് പാടാനായിട്ട്. പിന്നെ അതങ്ങ് പാടി. ഇപ്പൊ പിന്നെ എല്ലാരും റാപ്പ് എല്ലാ രീതിയിലുള്ള എല്ലാവരുടെയും റാപ്പും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. മുമ്പൊക്കെ ആയിരുന്നു, ഇപ്പൊ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം പുറമോട്ട് പോയി കഴിഞ്ഞാൽ അധികം മലയാളത്തിലൊന്നും ഇത്ര റാപ്പേഴ്സ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും കൂടി ഓഡിയൻസും വന്നു തുടങ്ങി. തുടക്കത്തിൽ അധികം ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പം അതിലേക്ക് തന്നെ വീണ്ടും അടുത്തൊരാളൂടെ വരുമ്പം ഇനി സജീവമായിട്ട് തന്നെ കാണാൻ സാധിക്കട്ടെ, നമുക്ക് പ്രേക്ഷകൻ കാണാനായിട്ട് സാധിക്കട്ടെ. ഇതിൽ ഇപ്പം രാജ്ബി ഷെട്ടി അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടായോ? എനിക്ക് ഞാൻ വരാൻ സാധ്യതയില്ലായിരുന്നു. ഇന്ന് എനിക്ക് ലീവിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ എൻ്റെ ഷ്യാമനോട് വിളിച്ച് പറഞ്ഞു നീ എന്തെങ്കിലും വന്നേ പറ്റുള്ളൂ, വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. പുള്ളിയോടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ്. കാരണം എന്നെ കൂടെ കൊണ്ടു നടന്ന് അതുപോലെ എന്താ പറയുക, ഒരു സെലിബ്രിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ല, നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം എനിക്കധികം സെലിബ്രിറ്റി ആയിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ടില്ല ഇതിനു മുന്നേ. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് ഇങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെതായൊരു സന്തോഷമുണ്ട്. ഒരുപാട് നല്ല പിക്ചേഴ്സ് എടുക്കാൻ പറ്റി പുള്ളിക്കാരനായിട്ട്. പുള്ളിക്കാരനൊക്കെ പറയുമ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കറിയാം പുള്ളിയുടെ അവിടുത്തെ റേഞ്ചും കന്നഡ ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കുള്ള ഇതും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആസ് എ മലയാളി നമ്മൾ അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതാണ്. പിന്നെ ആ ഒരു കോണ്ടാക്റ്റും അങ്ങനെ തന്നെ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. യെസ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനിയും മലയാളം
റാപ്പേഴ്സിന്റെ ഇടയിൽ അടുത്ത സജീവമാകാൻ പോകുന്ന പേരാണ് കേട്ടോ. പേരൊന്നുകൂടെ പറഞ്ഞോളൂ. ടാസി. ഞാൻ ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ടാണ്. അപ്പൊ ടാസി അടുത്ത റാപ്പറിന്റെ ലിസ്റ്റിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്പോട്ടിഫൈ ഒക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഞാൻ പ്രൊഫൈൽ നോക്കി, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കേൾക്കുക. കുറച്ച് ഇൻഡിപെൻഡന്റ് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കരിക്കിന്റെ ഇപ്പൊ റീസെന്റ് ആയിട്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിനിമയുടെ പേര് നമ്മൾ ഇതുവരെയായിട്ട് പറഞ്ഞില്ല. സു ഫ്രം സോ, നമ്മുടെ രാജ്ബി ഷെട്ടി പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്ടർ JK, ആളുടെ ഫസ്റ്റ് മൂവിയാണ്. August 1 റിലീസ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ടാസിയുടെ ഒരു അടിപൊളി റാപ്പ് ഉണ്ട് സിനിമയിൽ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് ഇത് നല്ലൊരു തുടക്കമാവട്ടെ. സിനിമയും ഫസ്റ്റ് ഇന്റർവ്യൂ ആണല്ലോ, ഇത് നല്ലൊരു തുടക്കമാവട്ടെ. ഇനി ഇന്റർവ്യൂസിൽ ഇനി വെച്ചിട്ട് കയറ്റാവട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ടാസി. കാണാം.